الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ഏറെ ബഹുമാനമുള്ള വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചു ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പലപ്പോഴും അല്ലാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ അത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന ഹതഭാഗ്യരാണ് നമ്മൾ. ആഗ്രഹിച്ചത് നടക്കാതിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തേ പടച്ചറബ് ഇങ്ങനെ ചെയ്തു എന്നാണ്. പക്ഷേ കാലങ്ങൾ നമ്മെക്കൊണ്ട് പഠിപ്പിക്കുന്നത് അതൊരു നിഅമത്തായിരുന്നു, അതൊരു റഹ്മത്തായിരുന്നു എന്നതാണ്. ഒരു വേള ഒരു രോഗം, ഒരു അപകടം, അല്ലെങ്കിൽ ഒരു നഷ്ടം, അല്ലെങ്കിൽ ഒരു തകർച്ച, ഇതൊക്കെ പിന്നീട് നമുക്ക് ഖൈറായി ഭവിക്കുമ്പോഴാണ് ഞാൻ എനിക്ക് ശർറെന്ന് കരുതിയതും എനിക്ക് ഖൈറാണല്ലോ, എനിക്ക് നിഅമത്താണല്ലോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഗണത്തിൽപ്പെട്ടതാണ് റമദാൻ മാസവും. ഇത് വലിയൊരു നിഅമത്തും ഖൈറും ബറക്കത്തുമാണ് എന്ന് തിരിച്ചറിയാതെയാണ് പല ആളുകളും റമദാനിൽ പ്രവേശിക്കുന്നതും റമദാൻ ജീവിക്കുന്നതും റമദാനിലൂടെ കടന്നുപോകുന്നതും. അവിടെയാണ് റമദാൻ എത്ര മഹോന്നതമായ ബർക്കത്താക്കപ്പെട്ട പടച്ചറബ് നൽകിയ അനുഗ്രഹമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത്. ഈ ബർക്കത്താക്കപ്പെട്ട സുദിനത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്, നേടാനുള്ളത്, പതിവിന് വിരുദ്ധമായി വിവിധങ്ങളായ വെറൈറ്റി ഫുഡ്സ് നമ്മൾ നന്നായി കഴിക്കും. നമുക്കത് എല്ലായിടത്തും ലഭ്യമാകും. വിവിധങ്ങളായ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നതല്ല,
നമ്മുടെ മറ്റു കാര്യങ്ങളുടെ ഓർഡർ അത് മാറുക എന്നതല്ല, മറിച്ച് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദീനിൽ നമുക്ക് പകർന്നു നൽകിയ നന്മകൾ എന്തെല്ലാമുണ്ടോ, നിർബന്ധങ്ങളും ഐച്ഛികവുമായിട്ടുള്ള നാവുകൊണ്ട്, നമ്മുടെ സമ്പത്തുകൊണ്ട്, നമ്മുടെ അവയവങ്ങൾ കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് എല്ലാം നിർവഹിക്കാൻ പറ്റുന്ന അൻവാഉൽ ഇബാദാത്ത് അതെന്തെല്ലാമുണ്ടോ അതെല്ലാം നിർവഹിച്ച് പടച്ച റബ്ബിലേക്ക് അടുക്കാനുള്ള, അവന്റെ പ്രീതി നേടാനുള്ള, അവന്റെ സ്വർഗം നേടാനുള്ള, അവന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് യഥാർത്ഥത്തിൽ പടച്ച റബ്ബ് നമ്മുടെ മുമ്പിൽ തുറന്നിട്ട് നൽകുന്നത്. മനുഷ്യരാണ്, അവർക്ക് അബദ്ധം സംഭവിക്കുമെന്ന് അള്ളാഹുവിന് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ മനുഷ്യന്റെ പോരായ്മകൾ നികത്താനുള്ള ഒരു അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിലൂടെ നമുക്ക് നൽകുമ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും അറിവോടെ പരിശുദ്ധ റമദാനിൽ പ്രവേശിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമദാനിൽ നിർബന്ധ ആരാധനാ കർമ്മങ്ങളാകുന്ന നമസ്കാരവും നോമ്പും സക്കാത്തും മറ്റ് കാര്യങ്ങളുമെല്ലാം കൃത്യതയോടെ നിർവഹിക്കുന്നതോടൊപ്പം ഐച്ഛികമായ നമസ്കാരങ്ങളും ഐച്ഛികമായ ദാനധർമ്മങ്ങളും നമുക്ക് നാവ് ചലിപ്പിച്ചാൽ നേടാൻ സാധിക്കുന്ന ദിക്റുകളും ദുആകളും നാം നന്നായിട്ട് വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. പലയിടങ്ങളിലും നാം പാഴാക്കിയ സമയത്തെ അള്ളാഹുവിന്റെ ഭവനത്തിൽ ചിലവഴിക്കേണ്ട, പലതിലൂടെയും നമ്മൾ സഞ്ചരിച്ചു പോയതിനെ അള്ളാഹുവിന്റെ ദീനിലൂടെ സഞ്ചരിപ്പിക്കാനുള്ള, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഒരു മാസത്തെ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് വരാനിരിക്കുന്ന വർഷങ്ങളെ നന്മ നിറഞ്ഞതാക്കാനുള്ള ഒരു പ്രാക്ടിക്കൽ സെഷനാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത്. ഈ റമദാനിൽ പ്രത്യേകമായിട്ടുള്ള ആരാധനകളും അല്ലാത്ത സമയത്തുള്ളതായ ഖുർആനുമായി ബന്ധപ്പെട്ട ഇബാദാത്തുകൾ, ദിക്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തൗബയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നമുക്ക് നിർവഹിക്കാവുന്ന നന്മകൾ, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാവുന്ന കാരുണ്യത്തിന്റെ, സഹായത്തിന്റെ, സഹാനുഭൂതിയുടെ, നന്മയുടെ, പരസ്പര സ്നേഹത്തിന്റെ എല്ലാം അവസരമാണ് യഥാർത്ഥത്തിൽ റമദാൻ. പഠിക്കാനും പ്രവർത്തിക്കാനും മറ്റുള്ളവരെ ഈ ദീനിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ പറ്റിയ ഒരു അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത്. ഈ റമദാനിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധ റമദാനിലാണ് അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്നതാണ്. നമസ്കാരത്തെക്കുറിച്ച് നമ്മുടെ ഒരു ബോധം എന്താണ്? നമസ്കരിക്കണം, അത് തെറ്റിയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കും. ഇനി സമയം നീങ്ങിപ്പോയാൽ തന്നെ അത് നിർവഹിച്ചില്ലെങ്കിൽ നമുക്കൊരു അസ്വസ്ഥതയാണ്. കാരണം അത് നമുക്ക് നിർബന്ധ ബാധ്യതയാണെന്ന ഒരു ബോധമാണ് നമുക്കുള്ളത്. എന്ന റമദാനിൽ പ്രവേശിക്കുന്ന എത്ര ആളുകൾക്ക് ഇതൊരു ചടങ്ങായി, ഇതൊരു ആദത്തായി, ഇതിങ്ങനെ ക്രമാനുസൃതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സായി മാത്രം കാണുന്ന ഒരു മാനസികാവസ്ഥയാണ് പലപ്പോഴും എല്ലാവർക്കും ഉള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയതാണ് റമദാനിലെ വ്രതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമസ്കാരത്തിന് കാണിക്കുന്ന അതേ ജാഗ്രത യഥാർത്ഥത്തിൽ നോമ്പിന്റെ കാര്യത്തിൽ കാണിക്കേണ്ടതുണ്ട്. അതിനേക്കാൾ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബലിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മുആദ്, താങ്കൾ ബനു ഇസ്രായേൽ അഹ്ലി കിതാബുള്ള നാട്ടിലേക്കാണ് പോകുന്നത്. താങ്കൾ അവിടെ ചെന്നിട്ട് ആദ്യം അവരെ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കും മുഹമ്മദ് റസൂലുള്ളാഹിലേക്കുമാണ്. അതവർ അംഗീകരിച്ചാൽ അവരോട് താങ്കൾ 5 നേരത്തെ നിസ്കാരം പടച്ചോൻ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് പറയണം. അതവർ അംഗീകരിച്ചാൽ അടുത്തത് പറയണം, അത് അംഗീകരിച്ചാൽ അടുത്തത് പറയണം. അങ്ങനെ ഇസ്ലാമിലെ നിർബന്ധ കർമ്മങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി, 1 by 1 ആയി അവരെ നീ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബലിനെ അറിയിക്കുകയാണ്. അപ്പോൾ ഒരു നിർബന്ധമായ കാര്യം നിർവഹിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും താൽപര്യവും ആവേശവും ഉന്മേഷവും സന്നദ്ധതയുമായിരിക്കണം റമദാനിന്റെ വ്രതാനുഷ്ഠാനത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത്. ഒരിക്കലും ആ ഒരു വിഷയത്തിൽ അനാസ്ഥയോ അലസതയോ നിയ്യത്തിന്റെ പോരായ്മയോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത നവൈതു സൗമഗദിൻ അന്നദായി ഫർളായി ഫർള റമദാൻ ഹാദി സനത്തിൽ ഇല്ലാഹി തആല എന്നൊക്കെ പറയും.
യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നിയ്യത്ത് ചൊല്ലിപ്പറഞ്ഞ ഒരു എവിഡൻസും എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ റമദാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നല്ല നിയ്യത്ത് വേണം. അതെന്താണ്? 30 നോമ്പും എനിക്ക് നോൽക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹവും പ്രാർത്ഥനയും. ഓരോ നോമ്പിന്റെയും തലേ രാത്രിയിൽ തന്നെ നാളത്തെ നോമ്പ് എനിക്ക് നോൽക്കണമെന്ന ആ ഒരു നിയ്യത്തും ആ ഒരു ഉദ്ദേശവും ആ ഒരു ആഗ്രഹവും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായിരിക്കണമെന്നതാണ്. നിർബന്ധ നിസ്കാരങ്ങളിലൂടെ, നിർബന്ധ കാര്യങ്ങളിലൂടെ അല്ലാതെ നിങ്ങൾക്ക് പടച്ച റബ്ബിലേക്ക് അടുക്കാനാവില്ല. അല്ലാഹുവിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഈ സൃഷ്ടിപ്രപഞ്ചത്തിന്റെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന അന്ന് അല്ല നമ്മെ ഇഷ്ടപ്പെടണം, അല്ല നമ്മെ ആദരിക്കണം, അല്ല നമ്മെ അംഗീകരിക്കണം, അല്ല നമ്മുടെ പാപങ്ങൾ പുറത്തു തരണം, അല്ല നമുക്ക് സ്വർഗം നൽകണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ നിർബന്ധ കാര്യങ്ങളിലൂടെ അല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ലെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സോ അങ്ങനെ നിർബന്ധത്തിലൂടെ ഒരാൾ അടുത്ത് സുന്നത്തായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അള്ളാഹു അയാളെ ഇഷ്ടപ്പെടും എന്നതാണ്. അപ്പോൾ അടുക്കാനുള്ള വഴി നിർബന്ധ കാര്യങ്ങളാണ്. അടുത്ത ഒരാൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനുള്ള വഴി അത് സുന്നത്തായിട്ടുള്ള കാര്യങ്ങളാണ്. അത് എടുത്താൽ കൂലിയുണ്ട്, എടുത്തില്ലെങ്കിൽ ശിക്ഷയില്ല എന്ന ഹുക്കുമും പറഞ്ഞിട്ട് സുന്നത്തിനെ അവഗണിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ഒരുപാട് നന്മകൾ നഷ്ടപ്പെട്ടു പോകും. യഥാർത്ഥത്തിൽ ആ ഒരു ഡെഫിനിഷൻ പറയുന്നത് ഒരു ഫർളും ഒരു സുന്നത്തും മുന്നിൽ വരുമ്പോൾ ഇതിന്റെ ഹുക്കും എന്താണ്, ഇതിന്റെ ഹുക്കും എന്താണ്. എക്സാമ്പിൾ, സുബ്ഹ് നമസ്കാരത്തിന്റെ 2 റക്അത്ത്, അതിന്റെ ഹുക്കും എന്താണ് എന്ന് പറയുമ്പോൾ അത് ഫർളാണ്. ഫർൾ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. സുബ്ഹിന്റെ മുമ്പത്തെ 2 റക്അത്ത് എന്താണ്? അത് സുന്നത്താണ്, മുസ്തഹബാണ്. മുസ്തഹബ് എന്ന് പറഞ്ഞാൽ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ഇന്നതാണ്. അതിനർത്ഥം വേണമെങ്കിൽ എടുത്താൽ മതി എന്നല്ല. സഹാബത്ത് ആരും അങ്ങനെ കണ്ടിട്ടുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഓരോ സുന്നത്തുകളും കേട്ട അന്ന് മുതൽക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെന്നാണ് സഹാബത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്ക്. അതുകൊണ്ട് തന്നെ ഫർളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാം, സുന്നത്തിലൂടെ പടച്ച റബ്ബിന്റെ പ്രീതി നേടാൻ സാധിക്കും. അപ്പൊ ആ ഒരു റബ്ബിലേക്ക് എന്നെ അടുപ്പിക്കുന്ന ഇബാദത്തിന്റെ സമയമാണിതെന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തു അഹ്സാബിന്റെ 35-ാമത്തെ ആയത്തിൽ മുസ്ലിങ്ങളായ ചില ആളുകളുടെ പ്രത്യേകതകൾ പറയുകയാണ്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാതി والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظون فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. അല്ലാഹു ധാരാളം പ്രതിഫലവും മഗ്ഫിറത്ത് പാപമോചനവും ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ അവരാരാണ്? കീഴ്പ്പെട്ട മുസ്ലിങ്ങളായ പുരുഷന്മാരും സ്ത്രീകളും, വിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും, ഭക്തിയുള്ളവരായ പുരുഷന്മാരും സ്ത്രീകളും, സത്യസന്ധന്മാരായ പുരുഷന്മാരും സ്ത്രീകളും, ക്ഷമാശീലരായ സ്ത്രീകളും പുരുഷന്മാരും, വിനീതരായ പുരുഷന്മാരും സ്ത്രീകളും, ദാനം ചെയ്യുന്നവരായ പുരുഷന്മാരും സ്ത്രീകളും, വ്രതമനുഷ്ഠിക്കുന്ന നോമ്പ് നോൽക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, അതുപോലെ തന്റെ ഗുഹ്യാവയവത്തെ കാത്തുസൂക്ഷിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമ, അവർക്ക് അല്ലാഹു വലിയ പാപമോചനവും വലിയ പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ സായിമീന വസായിമാത്ത് എന്ന ക്വാളിറ്റി, ആ വിശേഷണം നമുക്കെല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ റമദാനിലെ വ്രതത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, അൻ തസൂമു ഖൈറൻ ലക്കും, നിങ്ങൾ നോമ്പ് നോൽക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നതാണ്. എല്ലാ ഖൈറും ബറക്കത്തും കൊണ്ടുവന്ന് തരുന്ന ഇബാദത്താണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. അല്ലാഹു ആരുടെ കർമ്മങ്ങളാ സ്വീകരിക്കുന്നത്? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടേതാണ്. ആർക്കാണ് അല്ലാഹു സ്വർഗ്ഗം ഒരുക്കി വെച്ചത്? ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, മുത്തഖികൾക്കാണ് അല്ലാഹു സ്വർഗ്ഗം ഒരുക്കി വെച്ചത്. ആർക്കാണ് അല്ലാഹു ദുനിയാവിലും പരലോകത്തും ഖബറിലുമൊക്കെ സുരക്ഷയും സഹായവും ഏർപ്പെടുത്തുന്നത്? അത് മുത്തഖികൾക്കാണ്. വ ഇന്നല്ലാഹ ലമഅൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖികളുടെ കൂടെയാണ്. കദാലിക ഹഖ്ഖൻ അലൈനാ നുൻജിൽ മുഅ്മിനീൻ, ഈമാനുള്ള തഖ്വയുള്ള മനുഷ്യന്മാരെ നാം സഹായിക്കും, അള്ളാഹുവിന്റെ തീരുമാനമാണ്. അപ്പൊ ദുനിയാവിലും ഖബറിലും പരലോകത്തും പടച്ച റബ്ബിന്റെ കാവലും സുരക്ഷയും കിട്ടുന്ന ആൾക്കാർ മുത്തഖികളാണ്. ആ തഖ്വ എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുകയാണ്. എന്തിന്? അള്ളാഹു എന്ത് കൽപ്പിച്ചാലും ഞാൻ അനുസരിക്കും, അതിനെനിക്ക് യാതൊരു തടസ്സവുമില്ല. പടച്ച റബ്ബിന് വേണ്ടി ഞാൻ വിശപ്പ് സഹിക്കാൻ റെഡിയാണ്,
എന്റെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കാൻ റെഡിയാണ്, വിചാരങ്ങളെ നിയന്ത്രിക്കാൻ റെഡിയാണ്. യഥേഷ്ടം ഭക്ഷണം തന്റെ മുമ്പിലുണ്ടെങ്കിലും, ഭക്ഷണത്തിന് എനിക്ക് നീഡ്സ് ഉണ്ടെങ്കിലും, എന്റെ മനസ്സ് നന്നായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, ആരും ഇത് കാണുന്നില്ലെങ്കിലും ശരി, എനിക്ക് എന്റെ റബ്ബിന്റെ പ്രീതിയും സ്വർഗവുമാണ് ആവശ്യം എന്ന നിയ്യത്തിൽ ഒരാൾ അതൊന്നും കഴിക്കാതെ മാറി നിന്ന് അയാൾ ആ ഒരു ക്വാളിറ്റി നേടിയെടുക്കുകയാണ്. പടച്ച റബ്ബ് വിലക്കിയത് എത്ര അവൈലബിൾ ആണെങ്കിലും, എത്ര ആഗ്രഹമുണ്ടെങ്കിലും, എത്ര സേഫായിട്ട് നമുക്കത് ലഭിക്കുമെങ്കിലും അത് വേണ്ട എന്ന തീരുമാനം, അതിന്റെ പേരാണ് തഖ്വ. പടച്ച റബ്ബ് എത്ര ഹാർഡായ കൽപ്പനകൾ നൽകിയാലും അത് നിർവഹിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന ആ ഒരു സന്നദ്ധത, അതിന്റെ പേരാണ് തഖ്വ. അത് നേടിയെടുക്കുകയാണ് യഥാർത്ഥത്തിൽ റമദാനിലെ വ്രതത്തിലൂടെ എന്നതാണ്. വിശപ്പിന്റെ വേദന നമുക്ക് അനുഭവിക്കാൻ പറ്റും. പടച്ചോൻ എന്ന റഹ്മത്തിന്റെ ഭക്ഷണം എന്ന അനുഗ്രഹം തിരിച്ചറിയാൻ പറ്റും. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റും. അതിലെല്ലാം ഉപരി നമ്മുടെ മനസ്സ് പടച്ച റബ്ബിന് കീഴ്തുങ്ങുന്ന ആ ഒരു തഖ്വ നേടിയെടുക്കാൻ സാധിക്കുമെന്നതാണ്. പലപ്പോഴും നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷേ നമുക്ക് തഖ്വ നേടിയെടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ആരാധനയെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ശരിക്കും നമ്മുടെ നമസ്കാരം അർത്ഥമറിഞ്ഞും ആശയം ഗ്രഹിച്ചും മഹത്വം മനസ്സിലാക്കിയും അതിന്റെ ആദാബുകൾ പാലിച്ചും തന്നെയാണോ നിർവഹിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എത്രമേൽ സന്തോഷത്തോടുകൂടെയാണ് ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടത്. കാരണം അത്രയും മഹത്വമാണ് നമസ്കാരത്തിനുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾക്ക് തഖ്വ കിട്ടാതിരിക്കില്ല. അതുപോലെ തന്നെ നിഷ്കളങ്കമായി നിഷ്കപടമായി നോമ്പിന്റെ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അല്പം വ്രതമനുഷ്ഠിക്കുന്ന സമയത്ത് തന്നെ അയാളുടെ മനസ്സ് പടച്ച റബ്ബിലേക്ക് ചായ്ഞ്ഞു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരിക്കലും കിട്ടില്ല എന്നല്ല. കാരണം ലഭിക്കാത്ത ഒരു കാര്യം അല്ലാഹ് നമുക്ക് ഓഫർ നൽകൂലല്ലോ. അത് മനുഷ്യർക്ക് ലഭിക്കുമെന്നതുകൊണ്ടാണ് അള്ളാഹു ഓഫർ നൽകുന്നത്. അതുകൊണ്ട് എവിടെയാണ് എനിക്കിത് കിട്ടാതെ പോകാൻ എവിടെയൊക്കെയോ ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ നോമ്പിലൂടെ തഖ്വ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കാം. അപ്പൊ നോമ്പ് തഖ്വക്കുള്ളൊരു ഉപാധിയാണ്. മാത്രവുമല്ല സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നരകമാകുന്ന പ്രതിസന്ധി. മനുഷ്യൻ മരണം കൊതിച്ചു പോകുന്ന നിമിഷങ്ങൾ, ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സമയങ്ങൾ, അള്ളാഹുവിനോട് ഞങ്ങളെ ഒന്ന് മരിപ്പിച്ചു തരാൻ പറയുമോ എന്ന് കാവൽക്കാരോട് പറയുന്ന ആ വല്ലാത്തൊരു രംഗം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞും ശകാരിച്ചും പഴി പറഞ്ഞും കഴിഞ്ഞുപോയ കാലത്തെ ഓർത്ത് ശപിച്ച് വിഷമിച്ച് കഴിച്ചുകൂട്ടുന്ന ആ നരകയാതനയ്ക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപാധിയാണ് നോമ്പ്. ഒരു നോമ്പ് നോറ്റാൽ 70 വർഷത്തെ വഴിദൂരം നരകത്ത് നകറ്റുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖന്ദഖൻ കമാ ബൈനസ് സമാഇ വൽ അർദ്. ആകാശത്തിനും ഭൂമിക്കുമിടയിൽ എത്ര വിശാലതയുണ്ട്, എത്ര സ്പേസ് ഉണ്ട്, അത്ര വലിയൊരു കിടങ്ങ് നമുക്കും നരകത്തിനും ഇടക്ക് അള്ളാഹു നമ്മൾ നോറ്റൊരു നോമ്പ് കൊണ്ടുണ്ടാക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നരകത്തിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് നോമ്പെന്ന് തിരിച്ചറിയുമ്പോൾ ഒരുപാട് പാപങ്ങൾ സംഭവിച്ച, കുറവുകൾ സംഭവിച്ച ഞാനെങ്ങാനും പടച്ചോനെ നരകത്തിലെത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇത് എന്റെ മുമ്പിലെ ഗോൾഡൻ ചാൻസ് ആണ്. ഒരു നോമ്പ് നോൽക്കുന്നതിലൂടെ പടച്ച റബ്ബ് എന്നെ നരകത്തിൽ നകറ്റും എന്ന ആ ഒരു ഓഫർ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അസ്യാമു ജുന്നത്തുൻ, നോമ്പ് എന്ന് പറയുന്നത് പരിചയാണ്. യസ്തജിന്നു ബിഹൽ അബ്ദു മിനന്നാർ, നരകത്തിന്റെ തീയിൽ നിന്ന് മനുഷ്യനെ അത് സംരക്ഷിക്കുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ പറഞ്ഞത് ഹിസ്നുൻ ഹസീനും മിനന്നാർ എന്നാണ്. നരകത്തിൽ നിന്നുള്ള വലിയ സംരക്ഷണമാണ് നോമ്പ് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് എല്ലാം ചെയ്യാൻ ആഗ്രഹമുണ്ട് അല്ലേ, പക്ഷെ മനസ്സ് സമ്മതിക്കാത്തൊരു പ്രശ്നം, ശീലിച്ച ശീലങ്ങളെ ഫോളോ ചെയ്യുന്നൊരു പ്രശ്നം, മനസ്സ് അനുദിനമായിട്ട് നമ്മളോട് അനാവശ്യങ്ങൾ മാത്രം ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, നന്മയെ വില കുറച്ച് കാണിക്കുന്ന, അതൊരു മോശമായി കാണിക്കുന്ന, അതിന് മടിയും ആലസ്യവും ഉണ്ടാക്കുന്ന ഒരവസ്ഥ. ഇതിനെല്ലാമുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ്. അതായത് ഒരു മനുഷ്യന് എല്ലാ നിലക്കുമുള്ള കൺട്രോൾ. ഒരാൾക്ക് സഹിക്കാൻ പറ്റാത്ത വലിയ പരീക്ഷണമാണ് അദ്ദേഹത്തെ ബാധിക്കുന്ന ലൈംഗികമായ രംഗമെന്ന് പറയുന്നത്. ആ രംഗത്ത് പോലും ഒരാളുടെ കണ്ണിനെയും ലൈംഗികാവയവത്തെയും കാത്തു സംരക്ഷിക്കാൻ ഇസ്ലാം നിർദ്ദേശിച്ചത് ഒന്നുകിൽ വിവാഹം,
എന്നാൽ വിവാഹത്തിനുള്ള ആവതും അവസ്ഥയും ഇപ്പോൾ ആയിട്ടില്ല, എന്നാൽ അയാൾക്ക് വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് താനും, എന്നാൽ അയാൾ ചെയ്യേണ്ടത് വ്രതമനുഷ്ഠിക്കട്ടെ എന്നാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. എത്ര കാണണ്ട എന്ന് കരുതിയാലും കാണുന്ന, നോക്കണ്ട എന്ന് കരുതിയാലും നോക്കുന്ന, എത്ര ആഗ്രഹിക്കണ്ട എന്ന് വിചാരിച്ചാലും മനസ്സ് വീണ്ടും വീണ്ടും അതിൻ്റെതായ ചിന്തകൾ ഇങ്ങനെ ഇട്ടു തന്നുകൊണ്ട് അനാവശ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു മനസ്സിന് കീഴൊതുങ്ങുന്ന ആ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, മുർനി ബിഅമലിൻ, നബിയെ ഒരു കർമ്മം എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരൂ എന്നാണ്. അത് താങ്കളിൽ നിന്ന് എനിക്ക് സ്വീകരിക്കാൻ പറ്റണം, അത് സ്വീകരിച്ചാൽ എനിക്കത് ദുനിയാവിലും പരലോകത്തും ഖൈർ ലഭിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ല ലഹു, നീ നോമ്പ് നോറ്റോ, അതിന് തുല്യമായ മറ്റൊന്നുമില്ല എന്നാണ്. നമ്മൾ ആലോചിക്കുക, നമ്മൾ നോമ്പ് നോൽക്കണില്ലെങ്കിലും ചിലപ്പോൾ ചില യാത്രയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാറില്ല അല്ലേ? അപ്പൊ നമ്മൾ ചിലപ്പോ ഫ്ലൈറ്റ് യാത്രയ്ക്ക് ചെയ്യുന്ന സമയത്ത് അസമയത്തായിരിക്കും ഫ്ലൈറ്റ്, നമ്മൾ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. ആർക്കെങ്കിലും പരാതി ഉണ്ടോ ഉറങ്ങിയില്ല എന്നുള്ള കാര്യം? നീണ്ട നേരം ക്യൂ നിൽക്കുന്നു, ആർക്കെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? മതിയായ ഭക്ഷണം കഴിക്കാതെ അല്ലെ, കയ്യിലൊന്നും കരുതാതെ പോകുന്നവരുണ്ട്, ഹാൻഡ് ബാഗിലൊരു നേന്ത്രപ്പഴം വിട്ടു പോകുന്ന ആൾക്കാരുണ്ട്. എത്ര മണിക്കൂറുകളാണ് അല്ലെ പിശുക്കി നമുക്ക് നൽകിയ ഒരു ഗ്ലാസ് കുപ്പിയിലെ വെള്ളവും കുടിച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത്? ആർക്കും അതൊരു കംപ്ലൈന്റും ഇല്ല. എന്നാൽ നോമ്പ് നോൽക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ആളുകൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ. അതെന്തുകൊണ്ടാണ്? ഇതിന്റെ ഫദ്ല് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയാണ്. അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോമ്പ് എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു അർ-റയ്യാൻ യദ്ഖുലു മിൻഹു സ്വായിമൂൻ യൗമൽ ഖിയാമ ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും. സ്വർഗ്ഗത്തിലൊരു കവാടം തന്നെ റയ്യാൻ എന്ന പേരിലാണ്. അത് നോമ്പുകാർക്ക് മാത്രമുള്ളതാണ്. അവർ കയറിക്കഴിഞ്ഞാൽ അതിന്റെ ഡോറ് അടക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മാത്രവുമല്ല, സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് നോമ്പ് എന്നുള്ളത്. റസൂൽ ഒരിക്കൽ സദസ്സെന്ന് ചോദിച്ചു, എന്താ ചോദിച്ചത്? മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് ആർക്കാണ് നോമ്പുള്ളത്? അബൂബക്കർ എനിക്കുണ്ട്. മൻ തബിഅ മിൻകുമുൽ ജനാസ, ഇന്ന് ജനാസ അനുഗമിച്ചത് ആരാണ്? മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തവൻ ആരാണ്? അതുപോലെ തന്നെ മൻ ആദ മിൻകുമുൽ യൗമ മരീദ, ഒരു രോഗിയെ സന്ദർശിച്ചവൻ ആരാണ്? 4 ചോദ്യം ചോദിച്ചപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചോദിച്ചത് ഇന്ന് ആർക്കാണ് നോമ്പുള്ളത് എന്നാണ്. അപ്പൊ നോമ്പിന് അത്ര വലിയൊരു മഹത്വമുണ്ട്. മാത്രമല്ല, ഇഖ്ലാസിന്റെ നിസ്കരിക്കുകയാണെങ്കിലും സ്വതക്ക കൊടുക്കുകയാണെങ്കിലും ഇതൊക്കെ മനുഷ്യന്മാർ കാണും അല്ലെ? അപ്പൊ നീയത്ത് ഉറപ്പിക്കുക, അത് ശരിക്കും ഇഖ്ലാസോടെ തന്നെയാണോ അല്ലേ എന്നൊക്കെ പടച്ചോനും അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. എന്നാൽ ഒരാൾ നോമ്പ് നോറ്റു എന്നുള്ളത് അയാൾക്കും പടച്ചോനും മാത്രമേ അറിയുള്ളൂ. ബാക്കി ഒരു പടപ്പിനും അറിയില്ല അയാൾ നോമ്പുകാരനാണോ അല്ലേ എന്നുള്ള കാര്യം. ഒരു ഭക്ഷണ പദാർത്ഥം നമ്മൾ കൊടുക്കുമ്പോഴാണ് എനിക്കിന്ന് നോമ്പാണ് എന്ന് നിർബന്ധവശാൽ അയാൾ പറയുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ല സിയാം, എല്ലാ കർമ്മങ്ങളും ആദമിന്റെ മക്കൾക്കുള്ളതാണ്, നോമ്പൊഴികെ. അസ്സൗമു ലീ വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ബാക്കിയൊക്കെ നിങ്ങൾക്കുള്ളതാണ്. നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പിന് ഞാനാ പ്രതിഫലം നൽകുന്നത്. കാരണം എന്താ? അത്രയും മഹത്വമുണ്ട് നോമ്പിന് എന്നതിന്റെ അർത്ഥം. ബാക്കിയൊക്കെ അള്ളാഹ് തന്നെ പ്രതിഫലം നൽകുന്നത്. അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ചിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ആ കർമ്മങ്ങളെല്ലാം നമുക്കുള്ളതാണെന്നും നോമ്പ് എനിക്കുള്ളതാണെന്നും അള്ളാഹ് പ്രത്യേകം പറയാം. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു നന്മക്ക് 10 മുതൽ 700 ഇരട്ടി വരെ കൂലിയാണ്. ഇല്ല സൗം, നോമ്പൊഴികെ. അസ്സൗമുലി വനജിബി, നോമ്പ് അതിന്റെ ഈ മീതയാണ്. അപ്പൊ നോമ്പിന് എത്രയാണ് പ്രതിഫലം എന്ന് അള്ളാഹ് മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു നന്മക്ക് 10 മുതൽ 700 വരെ കൂലിണ്ടെന്ന് പറഞ്ഞപ്പോ നോമ്പിനെ അതിനും മീതയാക്കി. അതിനേക്കാൾ ഇരട്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം അതിലൂടെ നൽകുന്നത് എന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ, ഫിത്നത്തുർ റജുലി ഫി അഹ്ലിഹി വ മാലിഹി വ വലദിഹി വ ജാരിഹി, ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ അയാളുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ സാമ്പത്തിക രംഗത്തോ അയൽപ്പക്കവുമായി ബന്ധപ്പെട്ടോ വല്ല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തുകഫിറുഹ അസ്സല, അതിനെ അവന്റെ നിസ്കാരങ്ങൾ മായ്ച്ചു കളയും. വസ്സൗം വസ്സദഖ വൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവന്റെ നിസ്കാരം അത് മായ്ച്ചു കളയും, നോമ്പ് മായ്ച്ചു കളയും, തിന്മ വിരോധിക്കലും നന്മ കൽപ്പിക്കലും അതിലൂടെ മായ്ച്ചു കളയും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല ആർക്കാ പറയാൻ പറ്റുക? എന്റെ വാക്കും എന്റെ പ്രവൃത്തിയൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റിയ എത്ര ആൾക്കാരുള്ളത്?
അതുകൊണ്ട് തന്നെ അതെല്ലാം മായ്ക്കപ്പെടാനുള്ള ഒന്നാണ്, ഒരു ആരാധനയാണ് നോമ്പ് എന്ന് പറയുന്നത്. കണക്കില്ലാത്ത പ്രതിഫലമാണതിന്. പടച്ചറബിനെ സന്തോഷത്തോടുകൂടെ കണ്ടുമുട്ടാൻ സാധിക്കുന്ന മഹനീയമായൊരു കർമ്മമായിട്ട് പ്രവാചകൻ പഠിപ്പിച്ച കാര്യമാണ് നോമ്പ് എന്ന് പറയുന്നത്. ഒരു നോമ്പുകാരന്റെ വായയുടെ വാസന പോലും അള്ളാഹിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണെന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിനെ ബാധിക്കുന്ന എല്ലാ അസൂയയും കുശുമ്പും പകയും വിദ്വേഷവും ഒക്കെ മായ്ച്ചു കളയാനുള്ള ഇബാദത്താണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. നോമ്പ് നന്മയുടെ കവാടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരാള് നോമ്പുകാരനായിരിക്കെ മരിച്ചെന്ന് വിചാരിക്കുക, നോമ്പുകാരനായി മരിച്ചാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗത്തിൽ ഒരു സ്ഫടികത്തിന്റെ കൊട്ടാരമുണ്ട്. ആർക്കുള്ളതാണെന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞത് അദാമസ്സിയാം, നോമ്പ് നോൽക്കുന്നവർക്ക് എന്നുള്ളതാണ്. നോമ്പ് നോൽക്കുന്നവൻ അള്ളാഹു കൊടുത്ത ഓഫറുകളിൽപ്പെട്ട ഒന്നാണ് നോമ്പുകാരന്റെ പ്രാർത്ഥനകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ദഅവത സ്വായിം, നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഒരു പരിഗണന തന്നെയുണ്ട് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുമ്പോൾ, സുഹൃത്തുക്കളെ, നോമ്പിന് ഈ പറഞ്ഞതും പറയാത്തതുമായ ധാരാളം മഹത്വങ്ങൾ നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. അത്രയും മഹനീയമായ പടച്ചറബ് നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളതായ ഒരു ഇബാദത്താണ് നമുക്ക് റമദാനിലൂടെ നിർവഹിക്കാനുള്ളത് എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടെയും ആ ഒരു പ്രതിഫലേച്ഛയോടുകൂടെയും ഈമാനോടുകൂടെയും ആ റമദാനിനെ വരവേൽക്കാനും നോമ്പിന്റെ വിധിവിലക്കുകളൊക്കെ പരിഗണിച്ച് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഉറങ്ങുകയായിരുന്നു, രണ്ടുപേർ എന്നെ പിടിച്ചുണർത്തി വിളിച്ചുണർത്തി, എന്നിട്ട് എന്നെ കൊണ്ടുപോയി കുത്തനെയുള്ള ഒരു മല കാണിച്ചു തന്ന് എന്നോട് കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് കയറൽ എനിക്ക് അസാധ്യമാണ്. അവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അങ്ങനെ അവരുടെ സഹായത്തോടെ ചെങ്കുത്തായിട്ടുള്ള ഒരു മലയിലേക്ക് കയറി ചെന്നു. മുകളിലേക്ക് കയറിപ്പോകും തോറും മുകളിൽ നിന്ന് കനത്ത ആർത്തട്ടഹാസങ്ങളും കരച്ചിലും വിലാപങ്ങളും കേൾക്കുന്നുണ്ട്. മുകളിലെത്തിയപ്പോൾ കാണുന്നത് ചില ആളുകൾ അവരുടെ കാലിലെ കുത്തിനരമ്പിൽ കൊളുത്തിയിട്ട് ചില ആളുകളെ തൂക്കിയിട്ടിട്ടുണ്ട്. അവരുടെ വായയാകട്ടെ വലിച്ചു കീറപ്പെട്ടിട്ടുമുണ്ട്. രക്തം വാർന്നൊഴുകുന്നുണ്ട്. വേദന കൊണ്ട് അവർ ആർത്ത് കരയുന്നുണ്ട്. നരകത്തിലെ ഈ രംഗം കാണിച്ചു തന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ആരാണിവർ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് നോമ്പ് മുറിക്കാൻ സമയമാകും മുമ്പ് നോമ്പ് മുറിച്ചിട്ടുള്ള ആളുകളാണെന്ന്. അതായത് നമ്മുടെ പച്ചഭാഷയിൽ പറഞ്ഞാൽ നോമ്പും കള്ളന്മാരാണ് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ നോമ്പ്, അത് ബുദ്ധിയും വിവേകവും പ്രായപൂർത്തിയും എല്ലാമുള്ള ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബാധ്യതയായിട്ട് അല്ലാഹു പരിചയപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്കുണ്ടാകുന്ന അനാസ്ഥയും അലസതയും ഒരുപക്ഷെ ഇന്നത്തെ ആളുകൾക്ക് അതിലൊന്നും വലിയ ഗൗരവം ഉണ്ടായിക്കൊള്ളുന്നില്ല. ദീനിന്റെ കാര്യങ്ങളും ദീനിന്റെ ആരാധനകളൊക്കെ ഒരു ഔട്ട്ഡേറ്റഡായി പരിഗണിക്കപ്പെടുന്ന, അതെല്ലാം ഒഴിവാക്കുമ്പോഴാണ് നമ്മൾ അപ്ഡേറ്റഡ് ആകുന്നത് എന്ന് വിശ്വസിക്കുന്ന, മറ്റുള്ളവരുടെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുകയും മറ്റുള്ളവർ ഉണ്ടാക്കിവിടുന്ന പല ട്രെൻഡുകളെയും ഫോളോ ചെയ്യുകയും അതിന്റെ പിന്നാലെ കൂടി അടിമത്തം സ്വന്തം ജീവിതത്തിന്റെ മുഖമുദ്രയായി കാഴ്ചവെക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ്. എസ്പെഷ്യലി വിദ്യാർത്ഥി യുവ പ്രായത്തിലുള്ള ആളുകൾക്കാണ് ഇത്തരം അടിമത്തം വളരെ കൂടുതലുള്ളത്. ആവിഷ്കാരത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെയാണ് അവർ സംസാരിക്കുന്നത് എങ്കിൽ പോലും താൻ ഉൾക്കൊള്ളുന്ന ആദർശത്തിൽ വിശ്വസിക്കാനോ താൻ ഉൾക്കൊള്ളുന്ന ആദർശത്തിന്റെ ആ ഒരു മതത്തിന്റെ ആരാധനകൾ നിർവഹിക്കാനോ പോലും തനിക്ക് സ്വാതന്ത്ര്യമില്ലാത്തൊരു ഗതികേടിലേക്കാണ് ഈ സ്വതന്ത്രവാദം എന്നെ എത്തിച്ചിരിക്കുന്നത് എന്ന തിരിച്ചറിവ് പോലും നഷ്ടപ്പെട്ടു പോയ വിഡ്ഢികളെന്ന് പറയുമ്പോൾ അവർക്ക് വിഷമമാകുമെങ്കിൽ വിവരം കുറഞ്ഞുപോയവരാണ് അത്തരം ആളുകൾ. തനിക്കൊരു വിശ്വാസമുണ്ടെന്നും അതിന് ചില അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുണ്ടെന്നും ഞാൻ അത് പ്രാവർത്തികമാക്കുമെന്നും അതാണ് എനിക്കുള്ള സ്വാതന്ത്ര്യമെന്നും തിരിച്ചറിയാനുള്ള ആ ഒരു വകതിരിവുള്ള എല്ലാവർക്കും ശരിക്കും ഏത് കാലം എങ്ങനെ മാറിയാലും എങ്ങനെയെല്ലാം പുരോഗമനങ്ങൾ ഉണ്ടായാലും നമുക്ക് നമ്മുടെ ദീനിൽ ഉറച്ചു മുന്നോട്ടു പോകാൻ സാധിക്കും. പുരോഗമിക്കുമ്പോൾ ആ പുരോഗമനത്തിന്റെ നന്മകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. മതം പണയപ്പെടുത്താതെ, മതത്തെ ഒരിക്കലും തന്നെ തള്ളിക്കളയാതെ, ഭൗതികതയുടെ സുഖം തേടിയിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട് അവസാനം എല്ലാ ദുരന്തത്തിലും ചെന്ന് വീണ് ഖേദിക്കേണ്ട അവസ്ഥയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദീനിന്റെ നിയമങ്ങളെ കൃത്യമായി നമ്മൾ പാലിച്ചു പോവുകയും നോമ്പ് കൃത്യമായി
മുടക്കമില്ലാതെ നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നോമ്പ് നമ്മുടെ വയറിന് മാത്രമല്ല, നമ്മുടെ കണ്ണിനും കാതിനും നാവിനും അവയവങ്ങൾക്കുമെല്ലാം നോമ്പുണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ചിന്ത ശരിയാകണം, നമ്മുടെ വാക്ക് ശരിയാകണം, നമ്മുടെ വേഷവിധാനങ്ങൾ ശരിയാകണം. വളരെ മോശപ്പെട്ട ശരീരത്തോട് ഇറുകി നിൽക്കുന്ന വസ്ത്രങ്ങളെല്ലാം ധരിച്ചു പോകുന്ന സഹോദരിമാർ ചിന്തിക്കുക. ഒന്ന്, നിങ്ങൾക്കത് വലിയ കുറ്റമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം നിങ്ങളുടെ ഒരു ആഗ്രഹം സഫലീകരണം നിങ്ങൾ നിർവഹിക്കുന്നതിലൂടെ ഒരുപാട് ഈമാനികമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കാഴ്ചയെ റാഞ്ചുകയും അവരെ ദീനിൽ നിന്ന് തെറ്റിക്കുകയും തിന്മയിലേക്ക് പോകാൻ, ഈവൻ ഒരു പരിശുദ്ധ റമദാനിൽ പോലും കണ്ടുശീലിച്ച വേണ്ടാത്ത കാഴ്ചകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് വേണ്ടാത്ത ചിന്തകൾ ഇട്ടുകൊടുക്കുന്നതോടുകൂടെ റമദാൻ പോലും പരിഗണിക്കാതെ ഒരുപക്ഷെ അയാൾ ചെയ്തുകൊണ്ടിരുന്ന തിന്മയിലേക്ക് മടങ്ങിപ്പോകാനുള്ള ആ ഒരു ട്രിഗർ ഉണ്ടാക്കുന്നത്, ആ ഒരു സ്പാർക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ വേഷവിധാനമാണെങ്കിൽ അതിനൊരു ഉത്തരവാദി നമ്മളും കൂടെയാണ് എന്ന് പറയാതിരിക്കാൻ ഒരിക്കലും നിർവാഹമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വേഷവിധാനങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും എല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഠിക്കുന്ന കുട്ടികൾ ക്യാമ്പസിലാണ്, അവിടങ്ങളിലുള്ള ഇടപെടലുകളും പെരുമാറ്റങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ വർക്ക് പ്ലേസിൽ നോമ്പിന്റെ ശ്രദ്ധ കൊണ്ടുവരേണ്ടതുണ്ട്. ഡ്രൈവിംഗ് ചെയ്യുന്ന ആളുകൾ അവിടെയും ആ നോമ്പാണ് എന്ന ബോധമുണ്ടായിരിക്കേണ്ടതുണ്ട്. വീടുകളിൽ ഒരുപാട് പണികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെയും നമ്മുടെ സഹായവും മറ്റു കാര്യങ്ങളും ഉണ്ടാകണം. ഒരിക്കലും നോമ്പ്, വിശപ്പ് എന്നത് നമ്മുടെ ഇണകൾക്ക് നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കോലത്തിലെ ചൂടും പരസ്പരമുള്ള കലഹങ്ങളും തർക്കങ്ങൾക്കും ഒരു കാരണമാകാത്ത വിധം നമ്മുടെ ഓരോ അനക്കത്തിലും നോമ്പുകാരനാണെന്ന ബോധത്തോടുകൂടെ ആ സൂക്ഷ്മതയോടുകൂടെ മുന്നോട്ടു പോകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് നോമ്പ് ഫലം ചെയ്യുന്നത്. എത്രയോ നോമ്പുകാർ അവർ വെറുതെ ഭക്ഷണം ഒഴിവാക്കുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നോമ്പിനെ കുറിച്ച് നമ്മൾ കൃത്യമായി പഠിക്കുകയും അതിന്റെ എല്ലാവിധ കാര്യങ്ങളും, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നോമ്പ് അതിന്റെ പുണ്യം കുറച്ചു കളയുന്ന തരത്തിലുള്ള കാഴ്ചകളും സ്ക്രോളിങ്ങും മറ്റു കാര്യങ്ങളുമെല്ലാം നമ്മൾ ഉപേക്ഷിക്കാൻ പ്രത്യേകം തയ്യാറാകേണ്ടതുണ്ട്. ഒരു നോമ്പും നമുക്ക് പാഴാക്കാനുള്ളതല്ല. ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടന്നിട്ട് അത് പാഴായി പോവാന്ന് പറഞ്ഞാൽ അതിലൊരു സങ്കടം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് നോമ്പിനെ സ്വീകരിക്കാനും വ്രതമനുഷ്ഠിക്കുവാനുമുള്ള ആഫിയത്തും ആരോഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. കയറി വരുമ്പോൾ ഒരുപാട് രോഗികളുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവർക്കൊക്കെയും അല്ലാഹു ഏറ്റവും വേഗം ശിഫ പ്രദാനം ചെയ്യട്ടെ. വ്രതത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്കും അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. നമ്മിന്ന് മരിച്ചു പിരിഞ്ഞ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. കൂടുതൽ ഖൈറിലും ബർക്കത്തിലും അല്ലാഹു നമ്മെ എല്ലാവരെയും നിലനിർത്തുമാറാവട്ടെ. പടച്ച റബ്ബ് നമുക്ക് നൽകിയ നിഅമത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ അഭിവൃദ്ധി നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ ജോലിയിലും നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ സമയത്തിലും എല്ലാം അല്ലാഹു ബർക്കത്ത് വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ദീനീബോധമുള്ള മക്കളാക്കി മാറ്റുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൽ അവരോടൊത്ത് ആരാധനകളുമായിട്ട് സന്തോഷത്തോടെ കഴിച്ചുകൂട്ടാൻ അല്ലാഹു തുണയ്ക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് സമാധാന അന്തരീക്ഷം, ഈ സ്വാതന്ത്ര്യം ഇതിനേക്കാൾ മനോഹരമായ നിലക്ക് നമുക്ക് നൽകുമാറാവട്ടെ. രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തെ പൗരന്മാരെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തിന്റെ ആ മുഖമുദ്രയെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു രാജ്യത്തിന്റെ അധികാരം തിരിച്ചു നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ അല്ലാഹു അവർക്കൊക്കെയും ആശ്വാസവും സ്വാതന്ത്ര്യവും നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി ഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.